ഇനി നമുക്ക് നോക്കാനുള്ളത് കൈനറ്റിക് എനർജി ഓഫ് ദ അയോൺ ആണ്. ഒരു സൈക്ലോട്രോൺ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ 2 ഡീസിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെച്ചു. ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് സർക്കുലേറ്റ് ചെയ്യിപ്പിച്ചു. ഓരോ പ്രാവശ്യവും സർക്കുലേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടും. വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് കൂടും, കൈനറ്റിക് എനർജിയും കൂടും. കാരണം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ്. വി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജിയും അതിനനുസരിച്ച് കൂടും. വെലോസിറ്റി കൂടുന്നു, ഓരോ പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്തോറും വെലോസിറ്റി കൂടി വരുന്നു, അതിനനുസരിച്ച് കൈനറ്റിക് എനർജിയും കൂടുന്നു. വെലോസിറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു QBR ഡിവൈഡഡ് ബൈ m. പക്ഷേ കൈനറ്റിക് എനർജിക്കൽ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. വളരെ എളുപ്പമാണ്, നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് ദ അയോൺ. കൈനറ്റിക് എനർജിക്കുള്ള കോമൺ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². അതിൽ ഹാഫ് ഒരു നമ്പറാണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. വെലോസിറ്റി v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിളാണ്. വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ മുൻപേ കണ്ടെത്തിയതാണ്, QBR ഡിവൈഡഡ് ബൈ m. അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എടുത്തെഴുതിയിരിക്കുന്നു, m എടുത്തെഴുതിയിരിക്കുന്നു. v QBR ബൈ m ആണ്, അതിനെ സ്ക്വയർ ചെയ്തിരിക്കുന്നു. Q² B² R² ഡിവൈഡഡ് ബൈ m². അതിൽ ഒരു m നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് വരിക കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q² B² R² ഡിവൈഡഡ് ബൈ m. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. Q എന്ന് പറഞ്ഞാൽ എന്താ? ചാർജാണ്. നമ്മൾ എത്രത്തോളം ചാർജുള്ള പാർട്ടിക്കിളിനെയാണ് ആ 2 ഡീസിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി. ഇപ്പോൾ Q കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്? കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ച് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. B കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് R. ഓരോ പ്രാവശ്യവും ആ അയോൺ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയസ് കൂടി വരുന്നുണ്ട്. റേഡിയസ് കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്? കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. R അതും വെറും കൂടലല്ല, സ്ക്വയർ അനുസരിച്ചിട്ടാണ് കൂടുന്നത്. m എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാസ് കൂടുന്തോറും കൈനറ്റിക് എനർജി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. m എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ചാർജ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയസ്, ഈ 3 കാര്യങ്ങളും കൈനറ്റിക് എനർജിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൊത്തം 4 ഫാക്ടേഴ്സ് ആണ് കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചാർജ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയസ് ആൻഡ് മാസ് ഓഫ് ദി ചാർജഡ് പാർട്ടിക്കിൾ.